പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സമാധാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലതിലുമുപരിയും സകലതിലൂടെയും സകലതിലും വർദ്ധിക്കുന്നവനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഫെസോസിലെ സഭയിലെ മക്കളോട് പറയുകയാണ്, സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരാകുവിൻ. ഇന്ന് പലപ്പോഴും സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം പല മേഖലകളിലും നിവർത്തീകരിക്കപ്പെടുന്നില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണം? എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം സ്വീകരിച്ചവരാണ്. എന്നാൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ പലർക്കും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാകാം? ഇത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ആത്മാവിലേക്ക് അയച്ചുവെങ്കിൽ സാത്താൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും അയക്കുന്നു. ലോകത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാൻ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തോട് ഐക്യപ്പെട്ട് ആ സമാധാനത്തിൽ മുമ്പോട്ട് പോകുവാൻ നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവ് വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു, ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിൽ വന്നൊരു വ്യത്യാസം ഇതാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഓരോ വ്യക്തിയുടെയും കാൽച്ചുവട്ടിലേക്കാക്കി മുൻപോട്ട് നീങ്ങുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ, ആ സമാധാനം നമ്മളിലേക്ക് വർഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറഞ്ഞ് ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം തിരുസഭയിലൂടെ മൂറോനഭിഷേകത്തിലൂടെയും കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഒക്കെ തിരുസഭയിലൂടെ ദൈവമക്കൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. കാരണം പരിശുദ്ധാത്മാവുമുള്ള ഐക്യം നിലനിർത്തിയാൽ മാത്രമേ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ആ ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം അകന്നുപോയി എന്നും എത്രമാത്രം ഒലഞ്ഞു കിടക്കുന്നുവെന്നും നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിലിരുന്ന് ധ്യാനിക്കണം, ആത്മപരിശോധന ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ദൈവമഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ സമാധാനം സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. തുടർന്നെന്താണ് പറയുന്നത്? ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരിടവകയിൽ 1500 ഇടവക കുടുംബങ്ങളുണ്ട് എങ്കിൽ ആ 1500 ഇടവക കുടുംബങ്ങളെയും ദൈവം ഒരേ പ്രത്യാശയിലേക്ക് പരിശുദ്ധാത്മാവിൽ ഒന്നാകുവാൻ വേണ്ടി വിളിച്ച് മാറ്റി നിർത്തിയവരാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ സ്നേഹം, ഐക്യം, ബന്ധം ഏതെങ്കിലും മേഖലകളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ദൈവത്തിൽ നിന്നുള്ള കൃപ നമ്മളിലേക്ക് ഒഴുകുവാൻ
അതൊരു വലിയ തടസ്സമാണ്. കാരണം എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ചൈതന്യം ഒഴുകുന്നുണ്ട്. ആ ചൈതന്യം ഒഴുകിയെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ തടസ്സങ്ങളുണ്ടായെങ്കിൽ ആ തടസ്സത്തിൻ്റെ പരിണിതഫലമായിട്ട് നമുക്ക് കൃപ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. അതുപോലെ തന്നെ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. അതിപ്പം തിരുസഭയിലുള്ള ഏത് മക്കളുമായിക്കോട്ടെ, എല്ലാവർക്കും ഒരു വിശ്വാസമാണ്. അവിടെ സീറോ മലബാർ ആയാലും ശരി, സീറോ മലങ്കര ആയാലും ശരി, ലാറ്റിൻ ആയാലും ശരി, ഇവിടെയെല്ലാം ഒരേ വിശ്വാസം, ഒരേ മാമോദിസ, ഒരേ വിശ്വാസം, ഒരു കർത്താവ്, ഒരു ജ്ഞാനസ്നാനം. ആ ഒരു കർത്താവും ഒരേ വിശ്വാസവും ഒരേ ജ്ഞാനസ്നാനവും ഏറ്റ നാം ഓരോരുത്തരും ആ കർത്താവിൻ്റെ സമാധാനത്തിൽ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. ആ സമാധാനത്തിൽ നാം ഓരോ ദിവസവും അഭിവൃദ്ധി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും ആ സമാധാനം നാം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് സകലതിലും ഉപരിയും സകലതയുടെയും സകലത്തിലും വർത്തിക്കുവാനും നമ്മുടെയെല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇവിടെ പറഞ്ഞു പോകാൻ കാരണം. അപ്പോൾ കർത്താവ് ഈശോ മിശിഹായിലൂടെയാണ് ദൈവത്തിൻ്റെ സമാധാനം, ആ പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സമാധാനം സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വക്താക്കളായി നമുക്ക് മാറാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, സമാധാനം അവിടുന്ന് ഞങ്ങളിൽ നിന്നും പിൻവലിക്കരുതേ എന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്തു കളയരുതേ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. കർത്താവെ, ആ പരിശുദ്ധാത്മാവാകുന്ന സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം എന്നെന്നും ഞങ്ങളിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.